നമുക്ക് വേദയുടെയും വിക്രത്തിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ശ്രീകാന്തും വർഷയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ശ്രീകാന്തിനോട് വർഷ പറഞ്ഞു, അതെ, അച്ഛന്റെ സ്വത്തിന്റെ കാര്യത്തിലൊക്കെ എത്രയും പെട്ടെന്നൊരു തീരുമാനം ഉണ്ടാക്കണം എന്ന് പറയാം. അത് കേട്ട് ശ്രീകാന്ത് പറഞ്ഞു, നീ ഇതാരോടും ഇവിടെ പറയാനൊന്നും പോകണ്ട കേട്ടോ, എന്താന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം എന്ന് പറയണം. കാരണം ഈ വീട്ടിലുള്ളവരെല്ലാം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ, കാരണം എത്രയും പെട്ടെന്ന് തന്നെ സ്വത്തുക്കളൊക്കെ ശ്രീകാന്തിന്റെയും ദീപ്തിയുടെയും പേരിലേക്ക് എഴുതി വെക്കണം എന്നാണ് വർഷയുടെ ഡിമാൻഡ്. അച്ഛൻ എപ്പോഴും ഏത് നിമിഷം വേണമല്ലോ എന്തെങ്കിലും സംഭവിക്കാം. 2 അറ്റാക്ക് വന്നാലേ, ഇനി ഒരു അറ്റാക്ക് കൂടെ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ അതിജീവിക്കാനായിട്ട് ശങ്കരനാരായണൻ പറ്റില്ല എന്നൊക്കെയാണ് വർഷ പറയണേ. പിന്നീട് ശ്രീകാന്ത് പറഞ്ഞു, ഞാനൊന്ന് ആലോചിക്കട്ടെ എന്താ വേണ്ടതെന്ന് എന്ന് പറയണം. അങ്ങനെ വർഷം അങ്ങോട്ട് എഴുന്നേറ്റ് പോയി കഴിഞ്ഞപ്പോൾ ശ്രീകാന്ത് മനസ്സിലോർത്തു, അവൾ പറഞ്ഞതിലും കാര്യമുണ്ട്, ഒരു പക്ഷേ ശരിയായിട്ടുള്ള കാര്യമാണ്. ഇന്നല്ലെങ്കിൽ നാളെ അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ സ്വത്തുക്കളൊക്കെ വേദയ്ക്കോട് കൊടുക്കേണ്ടി വരും. ആ വിക്രം തൻ്റെ സ്ഥാപനത്തിൻ്റെ കസേര കയറിയിരിക്കും. അത് ചിന്തിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു ശ്രീകാന്തിന്. പിന്നീട് വേദയാണെങ്കിലും മുറിയിൽ കാലൊക്കെ പതുക്കെ തടവിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് നന്ദിനി കയറി വരുന്നത്. നന്ദിനിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും വേദ പറഞ്ഞു, ഞാനാണ് നന്ദിനിയെക്കുറിച്ച് ഇപ്പോൾ ആലോചിച്ചോളെന്ന് പറയാന്ന്. ആലോചിക്കണം, നീ എന്തിനാ എന്നെക്കുറിച്ച് ചിന്തിക്കണമെന്ന് ചോദിക്കണം. അത് പിന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരു നല്ല കാര്യവും ചീത്ത കാര്യമൊക്കെ നടക്കുമ്പോഴേ നമ്മൾ പലരെക്കുറിച്ചും ഇങ്ങനെ ചിന്തിക്കില്ലേ, അപ്പോൾ അതുപോലെ തന്നെ ഞാൻ നന്ദിനിയെക്കുറിച്ച് ചിന്തിച്ചാന്ന് പറയണം. ഈ സമയത്ത് നന്ദിനി പറഞ്ഞു, പിന്നെ നീ എങ്ങോ ചിന്തിച്ചോണ്ടേ ഞാനും കൂടെ വന്നു പോലും. ഞാനിപ്പോൾ വന്നത് എന്തിനാണെന്നറിയോ, ഈ മുറിയൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കാനായിട്ട്. അമ്മ പറഞ്ഞു, നീ അമ്മയെ കുപ്പിയിലാക്കിയേക്കുമല്ലേ, അതുകൊണ്ട് അമ്മ പറഞ്ഞുകൊണ്ട് മാത്രം ഇങ്ങോട്ടേക്ക് വന്നേന്ന് പറയണം. ഇത് കേട്ടപ്പോൾ വേദ പറഞ്ഞു, അതെന്താണെങ്കിലും നല്ല കാര്യമെന്ന് പറയണം. ഈ സമയത്ത് നന്ദിനി പറഞ്ഞു, നിനക്ക് ഭയങ്കര സുഖമല്ലേ, കാലുളിക്കെന്ന് പറഞ്ഞ് കട്ടിലെ കയറി അങ്ങോട്ട് കിടന്നാൽ മതിയല്ലോ, എന്തേലും അറിയണോന്ന് ചോദിക്കും. എടി, പിന്നെ നിന്റെ നാക്കിന്റെ നീളം വെച്ചിട്ടാണ് നിനക്ക് ഇങ്ങനെയുള്ള പണി കിട്ടിയത്. നിനക്ക് നാക്കിന് ഭയങ്കര നീളമല്ലേ, അതുകൊണ്ട് നീ അവിടെ കിടക്കാൻ പറയാണ്. ഇത് കേട്ടപ്പോൾ വേദ പറഞ്ഞു, അതെ, നാക്കിന് നീളമുള്ളതുകൊണ്ട് തന്നെ, പക്ഷെ എന്ത് സുഖമാണെന്നറിയാവോ. അതെ, വിക്രമനെ ഇപ്പോൾ ഓരോ കാര്യത്തിനും കോരി എടുത്തോണ്ടാ പോകുന്നത്. എൻ്റെ ഓരോ ആവശ്യത്തിനും കോരി എടുത്തോണ്ട് പോകുന്നു, കട്ടിലെ കൊണ്ടേ കിടത്തുന്നു, ആഹാരമൊക്കെ മുറിയിൽ തന്നെ കിട്ടുന്നു. എന്താ ഒരു സുഖം. അതെ, നന്ദിനി അടുത്തേക്ക് ഇത്ര നാളുകൾക്കിടയിൽ ഈ സുഖം കിട്ടിയിട്ടുണ്ടോ? വിനായകേട്ടൻ്റെ ഒരു തവണയെങ്കിലും നന്ദിനി അടുത്തെ കോരി എടുത്തോണ്ട് പോയിട്ടുണ്ടോ എന്ന് ചോദിക്കാം. അത് കേട്ടപ്പോൾ നന്ദിനിക്ക് നല്ല ദേഷ്യം വന്നു. നന്ദിനി പറഞ്ഞു, ഒന്ന് പൊയ്ക്കോ അവിടെ നിന്ന് പറയണം. അപ്പോഴേക്കും വേദ ചിരിക്കുകയാണ്. നീ എന്തിനാ ചിരിക്കണമെന്ന് ചോദിക്കും. അല്ല, ഞാനേ ഇന്നലത്തെ ഓരോ കാര്യങ്ങളൊക്കെ ഓർത്ത് ചിരിച്ചാന്ന് പറയും. എന്ത് കാര്യങ്ങൾ? ഈ വിക്രുവിൻ്റെ ഓരോ കാര്യങ്ങളെ എന്ന് പറയണം. ഇത് കേട്ടപ്പോൾ നന്ദിനി ചോദിച്ചു, എന്ത് കാര്യം? അപ്പം ഇന്നലത്തെ കാര്യവും നന്ദിനിയടുത്തേക്ക് അറിയത്തില്ലോ അല്ലേ? എന്ത് ചെയ്യാനാ എൻ്റെ നന്ദിനിയടുത്തി, നിങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ നല്ല രസമായിരുന്നു. ഞങ്ങളാണെങ്കിൽ ഇതേ കണ്ണുപൊത്തി കളി കളിച്ചു, പിന്നെ ഒളിച്ച സാറ്റ് കളിച്ചു വീടിനകത്ത്. കാരണം അടച്ചിട്ട വീടിലായിരുന്നോ, മുറി പുറത്തൊന്നും പൂട്ടിയിട്ട് പോയില്ലായിരുന്നോ, അപ്പം വേറെ നിവൃത്തിയൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ കണ്ണുപൊത്തിക്കളിയൊക്കെ കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു പറയണം. ഇത് കേട്ടപ്പോൾ നന്ദിനി പറഞ്ഞു, നീയൊക്കെ എന്നോട് എന്തിനാ അതൊക്കെ പറയണേ, എനിക്കതൊന്നും കേൾക്കേണ്ട കാര്യമൊന്നും ഇല്ലെന്ന് പറയണേ, എനിക്ക് ഈ കാര്യമൊന്നും കേൾക്കണ്ടെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ വേദ ചോദിച്ചു, പിന്നെ നന്ദിനി അടുത്തേക്ക് ഏത് കാര്യം കേൾക്കട്ടെ? അന്ന് ഞാൻ മറ്റേ കാര്യം പറയട്ടെ എന്ന് ചോദിക്കുമോ. മറ്റേ കാര്യം? ഏത് കാര്യം? അന്ന് മറ്റേ കാര്യം പറയാമെന്ന് പറയണം. അതെ, ഞങ്ങൾ പാചകം ചെയ്ത കാര്യം. ഇതായിരുന്നോ? എന്ത് നന്ദിനി പറയണം. അതെ, വിക്രം ഉപ്പ ഉണ്ടാക്കി, അപ്പം ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി, പിന്നെ ബഹു രസമായിരുന്നു പറയണം. ഇത് കേട്ടപ്പോൾ നന്ദിനി പറഞ്ഞു, എനിക്ക് നിന്റെ ഒരു കാര്യം കേൾക്കണ്ടെന്ന് പറയണം. അമ്മ ഇങ്ങോട്ടേക്ക് അടിച്ചു വാരം വിട്ടതുകൊണ്ട് മാത്രം വന്നു, അല്ല ഞാൻ ഇങ്ങോട്ട് വരത്ത് പോലില്ലായിരുന്നു. എന്ത് പൊടിയായി മുറിയിൽ, ഇത് അടിച്ചു വാരുന്ന പോലും ഇല്ലായിരുന്നല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. ഇനി ഞാൻ മേലാൽ ഈ മുറിയിലേക്ക് പോലും കയറത്തില്ല, അവളുടെ കുറേ വർത്താനം കേൾക്കാനായിട്ട് എനിക്ക് വേറെ പണിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് നന്ദിനി അങ്ങോട്ട് ദേഷ്യപ്പെട്ട് പോകുമ്പോഴത്തേനും വേദയ്ക്ക് ശരി വന്നു. വേദ ശരിക്കുകയാണ്. പാവം നന്ദിനിയടുത്തിൻ്റെ വിചാരം തങ്ങൾ ഭയങ്കര സ്നേഹത്തിലായിരുന്നു 2 ദിവസം കഴിഞ്ഞേന്നാ എന്നൊക്കെ വേദ വിചാരിക്കുകയാണ്. ആ സമയത്ത് ശ്രീനിവാസനുള്ള ആഹാരമൊക്കെ എടുത്തു വെച്ചിട്ട് സുധ വിളിച്ചു, ശ്രീനേട്ട വന്ന് കഴിക്കാൻ പറയണം. അങ്ങനെ ശ്രീനിവാസൻ ആഹാരത്തിന് മുന്നിലേക്ക് പോയിരിക്കുമ്പോഴാണ് കോളിംഗ് ബെൽ അടിച്ചത്. സുധ പറഞ്ഞു, ഞാൻ നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് പോയി കഥ തുറന്ന് നോക്കിയപ്പോഴത്തേനും വിക്രമാണ് അങ്ങോട്ടേക്ക് വരുന്നത്. വിക്രത്തെ കണ്ടപ്പോൾ ശ്രീനിവാസന് ഭയങ്കര സന്തോഷം. നീയായിരുന്നോ? വാടാ, ഇവിടെ ഇരിക്കാൻ പറയണം. സാറ് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമല്ലേ, ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാന്ന് പറയണം. എന്തിനാടാ, നീ കഴിച്ചിട്ടുണ്ടാവില്ലെന്ന് എനിക്കറിയാം, ഇങ്ങോട്ട് വാ, ഇവിടെ വന്ന് ഇരിക്കുക, ആഹാരം കഴിക്കാൻ പറയണം. അപ്പോഴേക്കും സുധ പറഞ്ഞു, ഇരിക്കും വിക്രം, നിനക്കൂടെ ആഹാരം വിളമ്പാന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യണം, ആഹാരം വിളമ്പുവാണ്. ആ സമയം ശ്രീനിവാസൻ പറഞ്ഞു, നേരത്തെ എന്നൊക്കെ പറഞ്ഞാൽ ഈ വീട്ടിൻ്റെ കഥ എപ്പോഴും തുറന്നു കിടക്കും, ഇപ്പോഴങ്ങനെയല്ല എന്ന് പറയണേ, എപ്പോഴും അടച്ചിട്ടിരിക്കുമായിരിക്കും എന്ന് പറയണം. സുധ പറഞ്ഞു, അത് പിന്നെ മുമ്പത്തെ പോലെ അല്ലല്ലോ വിക്രം, ഇപ്പം കുറച്ച് പ്രൈവസിയും കാര്യങ്ങളൊക്കെ വേണ്ടേ, ഞാനും കൂടെ ഇവിടെ ഉള്ളതല്ലേന്ന് ചോദിക്കണം. ഞാൻ അതുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്, ശ്രീനിയേട്ടനെ കാണാൻ വരുന്നവരൊക്കെ പാർട്ടി ഓഫീസിൽ വന്നാൽ മതി, അല്ലാത്ത ആൾക്കാരൊന്നും ഇങ്ങോട്ട് വരണ്ടെന്ന്. ഈ സമയം ശ്രീനിവാസൻ പറഞ്ഞു, നിനക്കും പൊളിക്കനും അങ്ങനെയൊന്നും അല്ല കേട്ടോ, നിങ്ങൾക്ക് പിന്നെ പ്രത്യേക കൺസെഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയണം. പിന്നീട് വിക്രം ചോദിച്ചു, അല്ല സാറ് എന്നെ എന്തിനാ കാണണമെന്ന് പറഞ്ഞേ? ഞാൻ വെറുതെ പറഞ്ഞാടാ, നിന്നെ കുറച്ച് ദിവസമല്ലേ കണ്ടിട്ട്, അതുകൊണ്ട് നിന്നെ കാണാനായിട്ട് തോന്നിയിട്ട് ഞാൻ പറഞ്ഞാന്ന് പറയണം. അല്ല വേറൊരു കാര്യമില്ലേന്ന് ചോദിക്കുക.
ഒന്നുമില്ല എന്ന് പറയണേ. അപ്പോഴേക്ക് സുധ പറഞ്ഞു, എന്താ ശ്രീനേട്ട അങ്ങനെ പറയണേ? എന്താന്ന് വെച്ചാൽ ശ്രീനേട്ട അതുകൂടെ പറയാൻ പറയണേ. എന്താ എന്താ സാറേ, എന്താ കാര്യം നോക്കി? ഒന്നുമില്ലടാ. പെട്ടെന്ന് സുധ പറഞ്ഞു, എന്താന്ന് വെച്ചാൽ ഞാൻ പറയാമെന്ന് പറയണേ. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രീനിവാസൻ ഇങ്ങനെ നോക്കി. ശ്രീനിവാസൻ പറഞ്ഞു, എനിക്കറിയാം നിനക്ക് എന്നോട് ദേഷ്യമുണ്ടെന്ന് എനിക്കറിയാമെന്ന് പറയാം. ദേഷ്യമോ? എന്തിന്? അല്ല, ഞാൻ നിന്നെ പോലീസ് സ്റ്റേഷനിൽ കാണാൻ വന്നില്ലോ, ഇറക്കാനൊന്നും വന്നില്ലോ. അതാണോ കാര്യം? സാർ വരില്ലേ എന്നായിരുന്നു ഞാൻ ആ ലോക്കപ്പിൽ കിടന്ന സമയത്ത് പ്രാർത്ഥിച്ചെന്ന് പറയണം. പെട്ടെന്ന് ശ്രീനിവാസൻ സുധയുടെ നേരെ ഒന്ന് നോക്കുകയാണ്. കാരണം സാറ് വന്നിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നവും സാറിന് നാണക്കേടാ. കാരണം ഈ കൊലപാതകവും അല്ലെങ്കിൽ പിടിച്ചുപറിയും പോലെയൊന്നും അല്ലോ അത്. പീഡന കേസല്ലേ? പീഡന കേസിൽ പ്രതിയെ കാണാനായിട്ട് സാറ് വരുമെന്ന് അത് പത്രക്കാരും ന്യൂസുകാരും ഒക്കെ വലിയ വാർത്തയായിട്ട് എടുക്കും. പോരാത്തിന് സാറ് ഇലക്ഷന് നിൽക്കാനും കൂടെ പോലെ അത് സാറിൻ്റെ ഭാവിയെ ബാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് എൻ്റെ മനസ്സിൽ ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നുള്ളൂ, സാറ് വരില്ലേന്ന് മാത്രം എന്ന് പറയാണ്. അത് കേട്ട് കഴിഞ്ഞപ്പം ശ്രീനിവാസൻ പറഞ്ഞു, എടാ നിനക്ക് മാത്രം ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുള്ളൂ. നിന്റെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ എന്താ വിചാരിക്കുന്നറിയാവോ? എന്നെ കാണാനായിട്ട് വന്നില്ലോ എന്നേ വിചാരിക്കത്തുള്ളൂ. ഇത് കേട്ട വിക്രം പറഞ്ഞു, ഞാൻ അങ്ങനെ ഒരിക്കലും വിചാരിക്കില്ല. കാരണം ശ്രീനി സാർ എനിക്ക് അത്രയ്ക്ക് വേണ്ടപ്പെട്ട ആളല്ലേ എന്ന് പറയാണ്. ആ സമയത്ത് വിക്രം ചോദിച്ചു, അല്ല ചേച്ചി എന്താ മുമ്പേ പറയാൻ വന്നേന്ന് ചോദിക്കും. അതെന്താന്ന് വെച്ചാൽ നീ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ആകെപ്പാടെ പ്രശ്നം വഷളാന്ന് പറയാണ്. അതെന്താ അങ്ങനെ പറഞ്ഞേ? അല്ല, പലിശയ്ക്ക് കുറെ പൈസയെ കൊടുത്തിട്ടില്ലേ, ആരും കൃത്യമായിട്ടൊന്നും കൊടുക്കുന്നില്ല. നീ പോയി ചോദിച്ചു കഴിയുമ്പോൾ കൃത്യമായിട്ട് കൊടുക്കും. പക്ഷെ ആ പുളിക്കാൻ പോകുന്നതുകൊണ്ട് ആരും അങ്ങനെ കൊടുക്കുന്നില്ല എന്ന് പറയണം. അതാണോ കാര്യം? അതൊക്കെ ഞാൻ കൈകാര്യം ചെയ്തോളാം, ആ ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ഞാൻ ഏറ്റോളാം, ഞാൻ പോയി ചോദിച്ചു വാങ്ങിച്ചോളാം. അതോർത്തിട്ട് ഇനി ശ്രീനി സാറ് പേടിക്കൊന്നും വേണ്ടാന്ന് പറയാം. പേടിയോ? എനിക്ക് അങ്ങനെയൊന്നും ഇല്ലടാ. എടാ നിനക്കിങ്ങനെ എന്നും ഈ പിരിവും കാര്യങ്ങളായിട്ട് നടന്നാൽ മതിയോ? നിനക്കൊരു നല്ല സ്ഥാനം വേണ്ടേ? അതിന് വേണ്ടിയിട്ടാണ് നിനക്ക് നല്ല സ്ഥാനം തന്നെ. നീ എന്നും ഇങ്ങനെ നടക്കുന്ന കാണുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടാണെന്ന് പറയണം. അത് കേട്ടപ്പോൾ സുധ ഇങ്ങനെ ശ്രീനിവാസനെ നോക്കണം. സുധയ്ക്ക് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല ശ്രീനിവാസൻ ഇങ്ങനെ വിക്രത്തെ സ്നേഹിക്കുന്നു, ആ സ്ഥാനങ്ങളും കൊടുക്കുന്നതൊക്കെ. ആ സമയത്ത് വിക്രം പറഞ്ഞു, സാറേ ഞാൻ ആ കാര്യം കൂടെ പറയാൻ വേണ്ടി വന്നാന്ന് പറയും. എന്താ? എനിക്കൊരു സ്ഥാനവും വേണ്ട, ഇനി പാർട്ടി സെക്രട്ടറി സ്ഥാനമൊന്നും വേണ്ട, എനിക്ക് അതൊന്നും ചേരുന്നതല്ല. ഞാൻ ഇങ്ങനെ സാറിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ജോലികളൊക്കെ ചെയ്തിങ്ങനെ നിന്നോളാം. വലിയ വലിയ സ്ഥാനങ്ങളൊക്കെ ഏറ്റെടുത്താൽ അത് പിന്നെ വലിയ ബാധ്യമായിട്ട് മാറും. എനിക്ക് അതിന് ഒട്ടും താല്പര്യമില്ല. എനിക്കിങ്ങനെ സാറിൻ്റെ പിന്നാലെ കൂടുന്ന എനിക്കിഷ്ടം. അതിൻ്റെ ഒരു സുഖം വേറെ തന്നെയാണെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ സുധയ്ക്ക് ഭയങ്കരമായിട്ടും കൂടെ ബോധിച്ചു. ശ്രീനിവാസൻ പറഞ്ഞു, അല്ലെങ്കിലും നിന്നെ മനസ്സിലാക്കാനായിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് വിക്രം എന്ന് പറയണം. അങ്ങനെ കുറേ സമയം കൂടെ സംസാരിച്ചിരുന്നതിന് ശേഷമാണ് വിക്രം പിന്നീട് വീട്ടിലേക്ക് പോരുന്നത്. അങ്ങനെ വൈകുന്നേരം വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും അടുക്കളയെല്ലാം തൂത്ത് വൃത്തിയാക്കി അടയ്ക്കാണ്ട് തുടങ്ങുമായിരുന്നു കമല. അപ്പോഴേക്കുമാണ് വിക്രം വരുന്നത്. വിക്രത്തെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും പറയാം, നീ വന്നത് നന്നായി, നിനക്ക് ആഹാരം എടുത്ത് വെക്കട്ടെ എന്ന് ചോദിക്കാം. എനിക്കിപ്പോൾ വേണ്ടാന്ന് പറയണം. അതെന്താ? ഞാൻ കഴിച്ചിട്ടാണ് വന്നേ. ജോസഫും ഒക്കെ ഉണ്ടായിരുന്നു, അവരുടെ കൂടെ ജോസഫിൻ്റെ സജീവിൻ്റെ കൂടെ ഞാൻ ആഹാരം കഴിച്ചെന്ന് പറയാം. അതെന്താളും നല്ലതായി. എന്നാൽ ഒരു കാര്യം ചെയ്യാം, നീ ഇപ്പോൾ വന്നുകൊണ്ട് പറയാം, വേദയുടെ കാലത് തൈലം ഇട്ട് തടവണം കേട്ടോ. പകരം ഞാൻ തൈലം തേച്ച് തടവിയിട്ടുണ്ടായിരുന്നു, നീ തടവണമെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ വിക്രം ചോദിച്ചു, ഞാനിത് തടവണേ? എടാ നീ ഓടിച്ചോണ്ടല്ലേ അവള് വീണേ, പിന്നെ എന്നെ കൊണ്ടൊന്നും പറ്റില്ലെന്ന് പറയണം. അതെ, അവൾക്ക് കാലിന് നല്ല വേദനയുണ്ട്, മുട്ടായിക്ക് വർത്താനം പറയാതെ തടവണം, തൈലമൊക്കെ ഞാൻ അവിടെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറയണം. ഇത് കേട്ടൻ വിക്രം അങ്ങോട്ട് പോവാണ്. പിന്നീട് കമല മുറിയിലേക്ക് വന്നപ്പോൾ മാഷ് ഇങ്ങനെ അവിടെ ഇരിക്കുന്നുണ്ട്, പുസ്തകമൊക്കെ വായിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നീട് കമലയോട് ചോദിച്ചു, അതെ നീ അവനോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടെന്ന് പറയണം. അവൻ തടവൂന്ന് കരുതിയിട്ട് നീ ഇരിക്കണ്ടെന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ കമല പറഞ്ഞു, അത് പിന്നെ മാഷെ അല്ല അവൾക്ക് എങ്ങനെയുണ്ട്, കുറവുണ്ടോയെന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് കമല പറഞ്ഞു, കുറവില്ലെങ്കിൽ നാളെ കൊണ്ടൊരു ഡോക്ടറെ കാണിക്കണം, ഇനി വെച്ചോണ്ടിരിക്കാൻ പാടില്ലെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ കമലയ്ക്ക് അത്ഭുതം തോന്നി. അല്ല മാഷ് തന്നെയാണ് ഇത് പറയണേന്ന് ചോദിക്കുക. മാഷ് ഇന്നുവരെ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഇത് കേട്ടപ്പം മാഷ് പറഞ്ഞു, നമ്മുടെ വീട്ടിലൊരു കുട്ടിക്കൊരു അസുഖം വന്നാൽ പിന്നെ നമ്മളല്ലാതെ വേറെ ആരാ നോക്കുന്നേ, പിന്നെ അവൻ നോക്കുന്നു കരുതി ഇരിക്കണ്ട. പിന്നെ കാലേ നീ തൈലം തടവുന്ന കാര്യമൊക്കെ പറയുന്നത് ഞാൻ കേട്ടു, അവനെ കൊണ്ട് തടവേക്കണ്ട, അവൻ ആ കാല് ചിലപ്പോൾ വേണേൽ ഒടിച്ചു വെക്കുമെന്ന് പറയാം. അവൻ്റെ സ്വഭാവം നിനക്കറിയാലോ, അതുകൊണ്ട് നീ തന്നെ തടവി കൊടുത്താൽ മതി, അതൊക്കെ നീ തന്നെ ചെയ്തു കൊടുക്കണം. പിന്നെ വേറൊരു കാര്യമുണ്ട്, എൻ്റെ കാലൊടിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഒരു വാക്കറെടുത്ത് വെച്ചിട്ടില്ലായിരുന്നോ, ആ വാക്കർ എവിടെയാണെന്ന് വെച്ചാൽ തപ്പിയെടുക്കണം, ആ തട്ടുംപുറത്ത് എവിടെയെങ്കിലും കാണുമായിരിക്കും. കാരണം അവൾക്ക് മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് നടക്കണമെങ്കിലേ ആ വാക്കറെടുത്ത് കൊടുക്കണമെന്ന് പറയാം. കമലയ്ക്ക് ഭയങ്കര സന്തോഷമായി, മാഷ് വേദയെ സ്നേഹിക്കാൻ തുടങ്ങിയല്ലോ എന്നൊരു സന്തോഷം മനസ്സിലേക്ക് വരികയാണ്. ആ സമയം വിക്രം മുറിയിലേക്ക് വന്നു. വേദ കിടന്നുറങ്ങുക, കാലൊക്കെ ഒരു തലയണെ പൊക്കി വെച്ചാൽ കിടക്കുന്നത്. വേദയ്ക്ക് വേദന ഉണ്ടെന്ന് മനസ്സിലായി. ഇടയ്ക്കിടയ്ക്ക് ഞരങ്ങുകയും മൂളുകയൊക്കെ ചെയ്യുന്നുണ്ട്. വിക്രം എന്നെ കുറച്ച് സമയം നോക്കി. പിന്നീട് വിക്രം എന്ത് ചെയ്യണം, പായം തലവണ എടുത്ത് വിക്രം നിലത്ത് കിടക്കുകയാണ്. പിറ്റേ ദിവസം നേരം വെളുത്ത് കഴിഞ്ഞപ്പോഴത്തേനും വിക്രം എന്ത് ചെയ്യണം, കുളിക്കാണ്ടൊക്കെ എഴുന്നേറ്റ് കുളിയെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേനും വേദ എന്ത് ചെയ്യണം, ഇങ്ങനെ കസേരയിലേക്ക് കാലിയേറ്റ് വെച്ച് കട്ടിലായിരിക്കുകയാണ്. ആ ഇരിപ്പിൽ തന്നെ വേദ എന്ത് ചെയ്യുക,
അവിടെ ഇരിക്കുന്ന ആ ഓയിൽമെൻ്റ് ഒന്ന് എടുക്കാൻ നോക്കണം കാലിലേക്ക് പുരട്ടാൻ വേണ്ടിയിട്ട്. പക്ഷെ എത്തുന്നില്ല, കൈ ഇങ്ങനെ എത്തിച്ചിട്ടും എത്തുന്നില്ല. എന്ത് ചെയ്യണമെന്നറിയാൻ നിൽക്കുമ്പോഴത്തേനാണ് വിക്രം വരുന്നത്. വിക്രം വന്നിട്ട് പറഞ്ഞു, അതെ ഇങ്ങനെയുള്ള കാഴ്ചകളെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം മനസ്സിനെന്ന് പറയാം. എന്ത് അല്ല നിൻ്റെ ഈ ഇരിപ്പും വട്ടും ഒക്കെ എന്തൊരു സുഖമല്ലേന്ന് ചോദിക്കണം. ഇത് കേട്ട് കഴിഞ്ഞ് വേദയ്ക്ക് നല്ല ദേഷ്യം വന്നു. വേദ പറഞ്ഞു, അതെ നിങ്ങൾക്കിപ്പോൾ ഇത് സന്തോഷിക്കാം, നിങ്ങൾക്ക് ഇങ്ങനെ വരുമ്പോൾ ഞാനും സന്തോഷിച്ചോളാന്ന് പറയണം. പിന്നീട് വിക്രം പറഞ്ഞു, എന്തേലും വേണമെന്ന് പറഞ്ഞാൽ പോരെ, അങ്ങ് എടുത്തു തരൂലേ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്ന് ആ ഓയിൽമെൻ്റ് എടുത്തിട്ട് വേദയുടെ കയ്യിലേക്ക് ഇട്ട് കൊടുക്കുക. വേദയ്ക്ക് അത് പിടിക്കാൻ പറ്റിയില്ല, ആ താഴത്തേക്ക് പോയി. ഒരു ക്യാച്ച് പിടിക്കാൻ പോലും നിനക്ക് അറിയത്തില്ല എന്ന് ചോദിച്ചിട്ട് വിക്രം അതങ്ങ് എടുത്തിട്ട് കൊടുക്കുകയാണ്. ഈ സമയത്ത് വേദ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, വിക്രം അതൊന്ന് തേച്ച് തരാമെന്ന് ചോദിക്കും. തേച്ച് തരാം ഞാനാ? പിന്നെ വേറെ പണിയൊന്നുമില്ല, അത് ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്നതല്ലേ, ഇമാതിരി കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തു തരത്തില്ലെന്ന് ഇന്നലെ തന്നെ പറഞ്ഞിരിക്കുന്നതല്ലേ, പിന്നെ എന്നോട് പറയണ്ടെന്ന് പറയണം. ഇതേട്ടൻ വേദ പറഞ്ഞു, നിങ്ങൾ കാരണം എനിക്ക് പ്രശ്നം ഉണ്ടായെന്ന് പറയണം. എങ്ങനെ? പിന്നെ നിങ്ങൾ അടിക്കാൻ ഓടിച്ചോണ്ടല്ലേ, പിന്നെ ഇനി എന്നെ കുറ്റം പറഞ്ഞാൽ മതി, നീ ഓടിച്ചാടി വീണതും പോരാ, എന്നിട്ട് ഇപ്പം എനിക്കാ കുറ്റമല്ലേന്ന് ചോദിക്കും. ഇത് കേട്ടപ്പം വേദ പറഞ്ഞു, ഇച്ചിരി നന്ദി എന്ന് പറയുന്നത് എന്തെങ്കിലും വേണം മനുഷ്യ, അല്ല നിങ്ങളെ ഞാൻ സപ്പോർട്ട് ചെയ്തതിനും കെയർ ചെയ്തതിനും എനിക്കിത് തന്നെ വേണമെന്ന് പറയണം. ഇത് കേട്ടപ്പം വിക്രം പറഞ്ഞു, നീ എന്നെ എപ്പോഴാണ് കെയർ ചെയ്തേ? പിന്നെ നിങ്ങൾക്ക് ചപ്പാത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി തന്നില്ലേ ഇന്നലെ, അതിൻ്റെ എങ്കിലും ഇത്ര നന്ദി ഉണ്ടായിരുന്നെങ്കിൽ നീ എൻ്റെ കാലയിൽ ഇപ്പം അല്ല നിങ്ങൾ എൻ്റെ ഈ കാലയിൽ ഓയിൽമെൻറ്റ് തേച്ച് തരില്ലായിരുന്നു ചോദിക്കണം. ഇത് കേട്ടപ്പോൾ വിക്രം പറഞ്ഞു, പിന്നെ ചപ്പാത്തി ഉണ്ടാക്കി തന്നതിന് ഓയിൽമെൻറ്റ് തേച്ച് തരുന്ന പോലും. ഇത് കേട്ടപ്പോൾ വേദ പറഞ്ഞു, അതെ എനിക്കറിയാം നിങ്ങൾക്ക് നന്ദിയില്ലാന്ന്, അതുകൊണ്ടല്ലേ നിങ്ങളിങ്ങനെ ചെയ്തേ, ഇത്തിരിയെങ്കിലും എന്നോട് സ്നേഹം ഉണ്ടായിരുന്നു ഇങ്ങനെ ചെയ്യുമായിരുന്നു എന്ന് ചോദിക്കും. അതെ എനിക്ക് നിന്നോട് സ്നേഹം ഇല്ലെന്ന് പറയാം. അതെ എനിക്ക് തന്നെ വേണം, നിങ്ങളെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വന്ന് ഇറക്കാനും അതുപോലെ തന്നെ നിങ്ങൾ നിരപരാധിയെന്ന് തെളിയിക്കാനൊക്കെ ഓടി നടക്കുമായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, മോഷണ കേസിൽ നിങ്ങൾ അകത്ത് പോയപ്പോൾ വന്ന ആരാ? ഞാനല്ലേ. അതിനുശേഷം പിന്നീടും നിങ്ങളെ വന്നിറക്കി, അവസാനം പീഡന കേസിൽ പോയപ്പോഴോ ഇത് കേട്ടൻ വിക്രം പറഞ്ഞു, ഞാൻ ആരെയും പീഡിപ്പിച്ചിട്ടില്ല എന്ന് പറയാം. പറഞ്ഞുകൊണ്ടായില്ലല്ലോ, നിരപരാധിയെന്ന് തെളിയിക്കണ്ടായിരുന്നോ? അതിൻ്റെ എങ്കിലും ഇത്തിരി നന്ദി ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളിപ്പോൾ എൻ്റെ കാലേ ഇത് ചെയ്യില്ലായിരുന്നോ, കുഴമ്പ് തേച്ച് തരില്ലായിരുന്നു ചോദിക്കുകയാണ്. അതേട്ടൻ വിക്രം പറഞ്ഞു, നിന്നോട് ആരാ അതൊക്കെ ചെയ്തു തരാൻ പറഞ്ഞേ? ഞാൻ പറഞ്ഞായിരുന്നോ എന്നെ ഇറക്കാൻ വരാനായിട്ട് എന്നൊക്കെ ചോദിക്കണം. വേദ പറഞ്ഞു, എന്ത് ചെയ്യാൻ, ഇച്ചിരി മനസ്സിലുണ്ടായിപ്പോയി, നിങ്ങളോടൊരു ഇത്തിരി സ്നേഹം മനസ്സിലുണ്ടായിപ്പോയി, ഒരു ഇഷ്ടം തോന്നിപ്പോയി, അതുകൊണ്ടാന്ന് പറയാണ്. ഇഷ്ടമോ നിനക്ക് എന്നോട്? അതെ അതെപ്പോഴാണ് തുടങ്ങിയത്? അതെപ്പോഴാന്നറിയത്തില്ല, ഇന്ന് വെളുപ്പിന് എൻ്റെ മനസ്സിലൊരു ഇഷ്ടം അങ്ങ് തോന്നി തുടങ്ങിയതെന്ന് പറയണം. ഇന്ന് വെളുപ്പിന് ഇഷ്ടം തോന്നി തുടങ്ങിയോ? അതിന് നീ മുമ്പ് ചെയ്ത കാര്യമല്ലേ ഇത്? അതൊക്കെ അങ്ങനെയാന്ന് വേദ പറയണം. അപ്പോഴേക്കും വിക്രം പറഞ്ഞു, എൻ്റെ ദൈവം ഇവളെ കൊണ്ട് മടുത്തു പോവുള്ളൂ, ഒരു കാര്യം ചെയ്യാം, ഇന്നത്തെ ഒരു ദിവസം മാത്രം ഞാൻ തിരുമ്മി തരാം, പിന്നെ എന്നോട് പറയില്ലെന്ന് പറയണം. ശരിയെന്ന് പറയണം. പിന്നീട് വിക്രം കാലയിലേക്ക് അങ്ങനെ ആ ഓയിൽമെൻറ്റ് തിരുമ്മ കൊടുക്കുകയാണ്. ഈ സമയം വേദ പറഞ്ഞു, ഒന്ന് പതുക്കെ തിരുമ്മ വിക്രം, എൻ്റെ കാലൊടിഞ്ഞു പോകില്ല എന്ന് പറയണം. അതെ കാലെ തിരുമ്മ ഇങ്ങനത്തെ ഒരു വേദനയൊക്കെ ഉണ്ടാവുമെന്ന് പറയണം. അങ്ങനെ വിക്രം നല്ല സോഫ്റ്റായിട്ട് തിരുമ്മാണ്. വേദ ഇങ്ങനെ ആസ്വദിച്ചിരിക്കുകയാണ് വിക്രം തിരുമെന്ന് നോക്കിയോണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.